അങ്ങനെ നമ്മൾ വീണ്ടും ഫ്ലൈറ്റ് ഇറങ്ങി ബസ് പിടിച്ച് നമ്മളെ ആക്ച്വലി എയർപോർട്ടിൽ കിടന്ന് ഉറങ്ങി. മെട്രോ തുറക്കുമ്പോൾ മെട്രോയിൽ കയറി വരാമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം എന്തായാലും ട്രെയിന് 6 മണിക്കേശേ ഉള്ളൂ ബുള്ളറ്റ് ട്രെയിന്. അപ്പോൾ നോക്കുമ്പോൾ ബസ്സുണ്ട്. അപ്പോൾ ബസ് പിടിച്ച് നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ ഹാൻകോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളന്ന് ചൊങ്ചിങ്ങിലേക്ക് പോയില്ലേ, അതേ റെയിൽവേ സ്റ്റേഷനാണ് ഹാൻകോ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് രാവിലെ 6 മണിക്ക് 6:15 6 മണി മുതൽ അങ്ങോട്ട് പിന്നെ തുരുതുര എല്ലാ 10 മിനിറ്റ് 15 മിനിറ്റിലൊക്കെ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട് ഈ ചാങ്ങിലേക്ക്. ചൈനയിൽ പൊതുവെ കാണാൻ കഴിയാത്ത ഒരു തരം കൺസ്ട്രക്ഷനാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്. ടാക്സി വേണ്ട ഉയ്യാ. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഒരു 2 മണിക്കൂർ 4 മണിക്കാണ് ഇവിടെ എത്തിയത്. അപ്പം 6 മണിക്കാണ് നമ്മുടെ ട്രെയിന്. അപ്പം അതുവരെ ഇവിടെ മെഗ്ഡിയിൽ ഇരുന്നിട്ട് അപ്പോൾ തീരെ ആളുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ നിന്നൊരു ബർഗറൊക്കെ കഴിച്ച് പിന്നെ നേരം പതുക്കെ ഇങ്ങനെ വെളുത്തു തുടങ്ങി. നമ്മുടെ ഏകദേശം 5:30 മണിയായി ഇപ്പം. അപ്പം ഇനി പതുക്കെ റെയിൽവേ സ്റ്റേഷനകത്തോട്ട് കയറാം. ഇത് ഇവിടെ തന്നെ എടുക്കുന്ന വണ്ടിയാണ് ട്രെയിന്. അതുകൊണ്ടാണ് ഇതിവിടെ ഓൾറെഡി നിർത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വന്ന് നിന്നതിന് ശേഷമാണ് ട്രെയിൻ വന്ന് നിൽക്കുകയുള്ളൂ. സോ ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ കോളേജിന്റെ സ്റ്റേഷൻ ആയിട്ടുള്ള ഈച്ചാങ് ഈസ്റ്റ് സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. 2 മണിക്കൂർ യാത്രയായിരുന്നു വുഹാനിൽ നിന്ന് ഇങ്ങോട്ടുണ്ടായിരുന്നത്. അറിഞ്ഞു പോയില്ല, നല്ല ഉറങ്ങി. സോ ഇതാണ് നമ്മുടെ ഈച്ചാങ് സ്റ്റേഷൻ. നാട്ടിൽ എന്താ പറയാനുള്ളത്? വേറെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോവാ, റൂം എടുക്കുക, കുളിക്കുക, തിരിച്ച് ത്രീ യൂണിവേഴ്സിറ്റി ഉറങ്ങുക. ശരി, പോ. അന്നും ഇന്നും ഒരുപോലെ, നമ്മൾ മാത്രം മാറി. ടാക്സിയുടെ ഭേദ ഇനി മാറ്റം കാണാതിരിക്കണുള്ളൂ. അങ്ങോട്ട് ചെല്ലുമ്പോ പുതിയ പുതിയ സിറ്റികൾ കാണാം. ഇതുണ്ടായിരുന്നു ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടൊക്കെ അത് ഇതേപോലെ തന്നെ. എന്തൊരു മാറ്റമല്ല, എല്ലായിടത്തും പോലീസ്. നമ്മുടെ ട്രിപ്പിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാൻ നല്ല ഉറക്കം ഉറങ്ങി, പക്ഷെ അറിഞ്ഞല്ല. ഇതാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ. നമുക്ക് ഈച്ചാങ്ങിൽ വുഹാനിലെ പോലെ മെട്രോ ഇല്ല. അതിന് പകരം BRT എന്ന് പറഞ്ഞിട്ടൊരു ബസ് സർവീസാണ്. ബസ് റാപ്പിഡ് ട്രാൻസിറ്റ്, BRT. അപ്പോൾ അത് മെട്രോൻ്റെ പോലെ ഇതിനായിട്ട് സെപ്പറേറ്റ് ഒരു മെട്രോക്ക് പകരമാണ്. അപ്പോൾ അതിന് എങ്ങനെയെന്ന് പറഞ്ഞാൽ റോഡിനകത്ത് തന്നെ ഒരു സെപ്പറേറ്റ് ലൈനാണ്.
എന്നിട്ട് ഒരു BRT നിന്ന് മറ്റ് BRTയിലേക്ക് മാറി കയറാം. ഈ മെട്രോ ലൈൻ പോലെ 2-3 ലൈനുകളുണ്ട് അതിന്. അപ്പോൾ ഒരു ലൈനിൽ നിന്ന് മറ്റേക്ക് മാറി കയറാം. കുറച്ചും കൂടിയും എനിക്ക് തോന്നുന്നു തിരക്ക് അത്രയും ഇല്ലാത്തതിനെ കൊണ്ട് ലെസ് എക്സ്പെൻസീവ് വേ അവർ ചിന്തിച്ചുണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ നീളമുള്ള ബസ്സുകളാണ്. ഇതുപോലത്തെ വലിയ നീളമുള്ള ബസ്സുകളാണ്. ഈ റോഡിൽ തന്നെ നടുവിൽ ഒരു ലൈൻ ഉണ്ടാവും. ആ ലൈനിൽ കൂടെയാണ് ഈ BRT പോവുക. എന്നിട്ട് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റു സ്റ്റേഷനിലോട്ട് ഇതേപോലെ നമ്മുടെ മെട്രോ മാപ്പ് പോലെ തന്നെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള പല പല ലൈനുകളുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ ക്യാഷ് ഇട്ടാൽ മതി. എന്നിട്ട് ലൈൻ ചേഞ്ച് ചെയ്ത് നമുക്ക് മാറി വേറെ റൂട്ടിലോട്ട് പോകണ ബസ്സിലോട്ടൊക്കെ മാറി കയറാം. അപ്പം സിറ്റിയിൽ തന്നെ പല പല സ്ഥലങ്ങളിലേക്ക് പോകാൻ ഒരു സ്ഥലത്ത് നിന്ന് ക്യാഷ് ഇട്ട് കയറി കഴിഞ്ഞാൽ ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങി അടുത്ത ലൈനിലോട്ട് മാറി കയറി പോവുകയൊക്കെ ചെയ്യാം. നല്ല നീളമുള്ള ബസ്സായിരിക്കും. പല വലുപ്പത്തിലുള്ള ബസ്സുകളുണ്ട് കേട്ടോ. ഇതിനായിട്ട് ഒരു സെപ്പറേറ്റ് ലൈൻ ഞങ്ങൾ വന്ന കാലത്ത് ഇവിടെ BRT ഇല്ല. പോവാറായപ്പോ അല്ലേ, ഒരു ലാസ്റ്റ് 2 കൊല്ലം ആയപ്പോഴാണ് BRT വന്നത്. അപ്പൊ ഇതൊക്കെ BRTയുടെ ഓരോ സ്റ്റേഷനാണ്. ഇത് കണ്ടോ, ഇത് ഇപ്പം B9 എന്ന് പറഞ്ഞ ബസ് പോകുന്ന റൂട്ടാണിത്. ഇതുപോലെ അവിടെ ഇങ്ങനെ 1, 2, 3, 4, 5, 6 സ്റ്റേഷനുണ്ട്. അങ്ങനെ ഓരോ ലൈനുകളാണ്. അവിടെ നോക്കാൻ, ഇവിടെ നോക്കാൻ ഗൈസ്, നമ്മുടെ BRTയുടെ ഇതുണ്ട്. അതിവിടെ കാർഡ് വെക്കാം, അതല്ലെങ്കിൽ ഇതിനകത്ത് പൈസ ഇടാം. ഇതാണ്ട, ഇതിനകത്ത് കാശായിട്ട് ഇടാം. BYDയുടെ വണ്ടി കേട്ടോ, ബസ് BYDയുടെ ആണ്. ക്യാമറ ഒക്കെ കണ്ടോ. പിന്നെ ക്ലീനർ ഒന്നുമില്ല, കണ്ടക്ടർ ഒന്നുമില്ല. ഒക്കെ ഉണ്ട്. ക്യാമറ തലക്കുമാരൊന്നും ക്യാമറ ഉണ്ടോ? എന്റെ ഫോണാണോ വെച്ചേക്കുന്നത്? ഇതാണ് നമ്മുടെ ഇച്ചാങ്ദോങ് റെയിൽവേ സ്റ്റേഷൻ. ഇത് പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. പഴയ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ കോളേജിന്റെ അടുത്തായിരുന്നു. ഇതുപോലെയാണ് നമ്മുടെ ഓരോ സ്റ്റേഷൻസ്, BRTയുടെ സ്റ്റേഷൻസ് കണ്ടോ. ഇങ്ങനെ ഓരോ സ്റ്റേഷനിലേക്ക് പോയി ആളുകൾ കയറുക ചെയ്യുന്നത്. മെട്രോ സ്റ്റേഷന് പകരം ഇങ്ങനത്തെ സ്റ്റേഷനുകൾ റോഡിന് നടുവിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ BRT പോകുന്ന ലൈന് ആ ലൈനിൽ കൂടെ മാത്രമേ പോകുള്ളൂ. അപ്പൊ സ്പീഡിൽ പോവുകയും ചെയ്യാം. മറ്റുള്ള വണ്ടികൾ BRTയുടെ ലൈനിൽ കയറാൻ പാടില്ല. മെട്രോയിലെ പോലെ തന്നെ ഇവിടെ എന്താ സ്റ്റേഷൻസ് കറക്റ്റായിട്ട് കാണിക്കാമല്ലോ. ഓരോ സ്റ്റേഷൻസ് നമ്മൾ പോകണത്. നമുക്ക് 16ാമത്തെ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടത്. ഇവിടുത്തെ ഒരു ഷോപ്പാണ്. ഇത് കണ്ടോ, ഫുൾ ടെഡി ബിയർ ആണ്. ഇവിടെയാണ് നമ്മുടെ ക്രിസ്ത്യൻ പള്ളി. ഇതിനകത്താണ്. ഇവിടെ ക്രിസ്മസിന് കുർബാനയൊക്കെ കൂടാൻ വേണ്ടി എല്ലാവരും വരും. കണ്ടതാ. ഈ കടയിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. നമ്മൾ പണ്ടൊരിക്കൽ ബാർബിക്യൂ ഇവിടെ തന്നെയാണ് നമ്മുടെ റിവർ സൈഡ്
അപ്പോൾ റിവർ സൈഡിൽ ഒരിക്കൽ ബാർബിക്യൂ ഉണ്ടാക്കാൻ വന്നിട്ട് മഴ പെയ്തപ്പോൾ നമ്മൾ അത് നിർത്തി വെക്കേണ്ടി വന്നു. എന്നിട്ട് ആ സാധനങ്ങളെല്ലാം കൊണ്ട് ഇവിടെ കൊണ്ട് കൊടുത്ത് കുറച്ച് കാശും കൊണ്ട് കൊടുത്തിട്ട് ഇവിടുന്ന് നമ്മളൊരിക്കൽ ആ ബാർബിക്യൂ കഴിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രിസ്ത്യൻ പള്ളി. അങ്ങനെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്. ആ പാലം പുതിയത് അതന്നെ ഇതിന് താഴെയാണ്, യൂണിവേഴ്സിറ്റി താഴെ. ഗൈസ്, ഈ ഒരു പാലം ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ഇല്ല. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് 2 വർഷം കഴിയുമ്പോഴും ഇല്ല. പെട്ടെന്നാണ് ഇവർ ഇത് ഉണ്ടാക്കിയത്. ഇത് സിറ്റിന്ന് മറ്റേത് സിറ്റിക്ക് നമ്മൾ ടണൽ വഴിയാണ് പോണത്. ഇത് സിറ്റിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു പാലം. അത് മാത്രമല്ല, ഇതിനകത്ത് ടണലുണ്ട്. ഈ പാലത്തിനകത്തും ടണലുണ്ട്. അതാ കോമഡി. ഇവിടെ ഒരു വേറെ ഒരു ജംഗ്ഷൻ, ഇവിടെ ഫുള്ള് മറ്റേ സ്ട്രീറ്റ് ഫുഡ് ആയിരുന്നു. അതൊക്കെ മാറ്റി അത് നമ്മുടെ വിസ ഓഫീസാണ്. വിസ ഒക്കെ ചെയ്തിരുന്ന അവിടെ ആയിരുന്നു. Oh my God, at last finally. യൂണിവേഴ്സിറ്റി സൈഡിൽ പുതിയ റോഡ് വരുന്നു നോക്ക്. ആ ശരി. അത് അവരങ്ങോട്ട് അങ്ങോട്ട് പോയത്. അവര് പോയി. അത് ഇങ്ങോട്ട് തന്നെയാണ് സംഭവം. ഇങ്ങോട്ട് തന്നെ ഒരു യൂണിവേഴ്സിറ്റിക്ക് പോയി. നമുക്ക് വേഗം പോയിട്ടേ ഡ്രസ് മാറിയിട്ടേ. സോ ഗൈസ്, ഞങ്ങള് യൂണിവേഴ്സിറ്റി അടുത്ത് തന്നെ അവസാനം ഹോട്ടൽ എടുത്തു. നമ്മൾ എടുക്കാൻ വിചാരിച്ചിരുന്ന ഹോട്ടൽ ഇവിടെ റൂമില്ല എന്ന് പറഞ്ഞു. നല്ല കിട്ടലായിപ്പോയി അത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയ് ദിനമാണ്. അപ്പം മെയ് ദിനത്തിന് 4-5 ദിവസം ലീവ്. അപ്പം ലീവുള്ള കാര്യങ്ങൾ സകല ഹോട്ടലും ഒഴിവാണ്. ഐ മീൻ ഫുള്ളാണ്. അത് മാത്രമല്ല, 100 യുവാനൊക്കെ ഉള്ള ഹോട്ടൽ 400 യുവാനാണ് ഇപ്പോൾ റേറ്റ്. അതെ, ഈ പാലം, ഈ ബ്രിഡ്ജ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നവരെയും ഈ ബ്രിഡ്ജ് ഇല്ല. പെട്ടെന്ന് വന്നതാണ് കേട്ടോ അത് സിറ്റിയിലേക്ക് ഡയറക്റ്റ് ഒരു പാസാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ പവനേ ആഫ്റ്റർ ലോങ് ബാക്ക് ഇയേഴ്സ് വി ആർ ബാക്ക് ടു CTGU. ഇതാണ് നമ്മുടെ CTGUയിലേക്കുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് ആണിത്. അപ്പോൾ കാണിച്ചു തരാം. അവിടെ കാണുന്നൊരു ബിൽഡിംഗ് ഞാൻ കാണിച്ചു തരാം. അത് ഞങ്ങളുടെ ഡോം കേട്ടോ, ഞങ്ങളുടെ ഹോസ്റ്റൽ. അതാണ്ടേ ആ ബിൽഡിംഗ് ആണ് നമ്മുടെ ഹോസ്റ്റല്. ഇവിടെ വർക്ക് എടുക്കുന്ന കാരണം കൊണ്ട് അപ്പുറത്തൊരു ഹൈവേ പണിഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ ബാക്കിലൊക്കെ ഒരു ചെറിയ ഒരു ചേരിയായിരുന്നു. കുഞ്ഞ് ഓടിട്ട വീടുകളുള്ള ഒരു ചേരി. അന്നത്തെ കാലത്ത് 2012 ഒരു 13 ആയപ്പോൾ തന്നെ അവരത് ഫുൾ ഒഴിപ്പിച്ചു. എന്നിട്ട് അവിടെ ഇപ്പൊ ഹൈവേ വരികയാണ്, അങ്ങോട്ട് വലിയ ഹൈവേ വരികയാണ്. ഇതൊക്കെ ചൈനക്കാരുടെ ഡോർമെട്രികളാണ് ഇതൊക്കെ. ഈ മഞ്ഞ ബോക്സ് ഉണ്ട് പോനെ, എന്താ പറയാ, നമ്മുടെ ഈ സ്വിഗ്ഗി സൊമാറ്റോ പോലെ 11 മണി കഴിഞ്ഞാൽ ഡോം അടക്കും. അപ്പൊ ഫുഡ് അവര് ഇവിടെ കൊണ്ടുവന്നിട്ട് ആ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് വെക്കും. അപ്പൊ അപ്പുറത്തുനിന്ന് തുറന്നിട്ട് എടുക്കാം. അവർക്കും അവിടെ സ്കാൻ ചെയ്താൽ തുറന്നിട്ട് എടുക്കാം. ശാസ്ത്രത്തിന്റെ ഒരു പുരോഗതി. ഗൈസ്, എത്ര കാലം ഞങ്ങൾ ഇവിടെ 5 വർഷം ഇതിലൂടെ ഇവിടെ പലതും അടി ഇടി ബഹളം സമരങ്ങൾ സസ്പെൻഷനുകൾ, പിന്നെ എൻഡ്ലെസ് സ്ലീപ്ലെസ് നൈറ്റ്സ്, സ്ലീപ്ലെസ് എന്താ പറയാ ടോക്സ്, കഥകൾ, കെട്ടുകഥകൾ, റൂമേഴ്സ്, കിംവദന്തികൾ. അയ്യോ. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എൻട്രൻസ്. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. ഇവിടെ ഒരു വലിയ കല്ലിനകത്ത് ഗോർജസ് യൂണിവേഴ്സിറ്റി എഴുതി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇവരുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ. അപ്പം ഇപ്പൊ കാറുകളൊക്കെ പോകുമ്പോ ഇവിടെ കംപ്ലീറ്റ് സ്കാൻ ചെയ്ത്. പണ്ടും ഈ ഗേറ്റ് പണ്ടുണ്ടായിരുന്നില്ല പനെ, ലാസ്റ്റ് ആയപ്പോ അല്ല സെക്യൂരിറ്റി ഉണ്ടായിരുന്നല്ലോ ഇങ്ങോട്ട് കേറുമ്പോ അല്ലേ? പോലീസുകാർ നിന്നില്ല. ഇപ്പൊ ഇവിടെ ചെറിയ സെക്യൂരിറ്റി ഒക്കെ ആയി. ഞാനിപ്പോ ഡിസംബറിൽ വന്ന കാരണം എനിക്ക് പെട്ടെന്നൊരു അല്ല, ഇതാണ് നമ്മുടെ ഡോർമിറ്ററി. ചാത്തനിവിടെ ഇതുണ്ട്. ഷുഹൈബിക്കും ജസീമിക്കും നേരത്തെ തന്നെ അവർക്ക് സഹിക്കാൻ പറ്റാണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഓടി യൂണിവേഴ്സിറ്റി പോവാന്ന് പറഞ്ഞിട്ട്. ഇത് ഷ്യാമിയുടെ കാറാട്ടോ. ഇത് നല്ലൊരു അടിപൊളി കാറാത്. പോനെ ഇലക്ട്രിക്. അപ്പൊ ഞങ്ങള് കിടന്നുറങ്ങി ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് സമാധാനത്തിൽ വരാം. ഇവിടെ ആയിരുന്നു ഞങ്ങള് ഇരുന്ന് സൊറ പറഞ്ഞിരുന്നതും ചായ കുടിച്ചിരുന്ന് കിംവദന്തികൾ പറഞ്ഞു വരത്തിരുന്നതും ദേ ഇവിടെ നിന്നാണ്. ഓ മൈ ഗോഡ്.
ഗൈസ് മറ്റൊരു കാര്യം, ഇത് നമ്മുടെ ഡോർമെട്രി അല്ല, ഇത് നമ്മുടെ മെസ്സാണ് കേട്ടോ. ഒരു മെസ്സ്, ഇങ്ങനത്തെ 6-7 മെസ്സ് ഉണ്ട്. കണ്ട ഒരു ഓഡിറ്റോറിയം പോലെ ഇരിക്കും. പക്ഷെ ആ മെസ്സിനകത്ത് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒക്കെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അത് പൊളിച്ചു. അത് ഇനി അവിടെ വേറെ എന്തെങ്കിലും വരുമായിരിക്കും. ഇവിടെ ഒരു കവേർഡ് ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ. അവിടെ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ അതിപ്രസരമായിട്ടുണ്ട് ഇപ്പം. പവനായി ആ പഴയ ആയിയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ പഴയ സെക്യൂരിറ്റിയാണ്. അന്ന് 7-8 കൊല്ലം മുന്നേ ഈ സെക്യൂരിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ഹായ് ഹായ് സൈന്ദു ശിതാ ശിതാ ശിതാ. അപ്പോൾ ഗൈസ് നമ്മുടെ കുറച്ച് ജൂനിയേഴ്സ്, നമ്മൾ 2-3 ബാച്ച് താഴെയുള്ളവരൊക്കെ, ചിലവരൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം അവരാണ് നമുക്ക് പിന്നെ തൊട്ടടുത്ത് റൂം എടുത്തു തന്നത്. കാരണം നമുക്കിവിടെ സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഞാൻ വന്നപ്പോഴും ഇതേ റൂം, ഈ സെയിം ഇപ്പം നമ്മൾക്ക് കിട്ടിയ റൂമാണ് അന്ന് കിട്ടിയത്. അത് അത്ര ഒരു ഗുണം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ മാറി താമസിച്ചിരുന്നു വേറെ സിറ്റിയിൽ പോയിട്ട്. അപ്പം അവിടെയാണ് ഞങ്ങൾ എടുക്കാൻ പോയത്. അവിടെ ഇപ്പം ഈ മേദരത്തിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് റൂമില്ല. അപ്പം ഇതാണ് നമ്മുടെ ഡോർമെട്രി. ഇത് ബോയ്സിൻ്റെ ഡോമാണ്. ഇനി ഇതേ രൂപത്തിൽ ഏകദേശം സെയിം ഇയാങ്ഡ അവിടെ ഗേൾസിൻ്റെ ഡോമുണ്ട്. മറ്റുള്ള ചൈനീസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ മിക്സഡ് ആണ്. ഇവിടെയും താഴോട്ട് പോയി കഴിഞ്ഞാൽ PG ഡോം എല്ലാം മിക്സ്ഡ് ആണ്. പൊതുവെ എല്ലാ ചൈനീസ് യൂണിവേഴ്സിറ്റിയിലും മിക്സഡ് ഡോംസ് ആണ്. ഇവിടെ നമുക്ക് ഫോറിൻ ടീച്ചേഴ്സ്, അതായത് ഇന്ത്യൻ നേപ്പാളി ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ പറഞ്ഞിട്ടാണ് ബോയ്സ് ആൻഡ് ഗേൾസ് ഡോം സെപ്പറേറ്റഡ് ആക്കിയത്. അപ്പം ഇതാണ് നമ്മുടെ, ഇതിന് 2 സെക്ഷൻ ഉണ്ട്. 7 ഫ്ലോറാണ്. ഞാൻ 7th ഫ്ലോറിലായിരുന്നു. പിന്നെ ആ നടുവത്തെ ഭാഗം നമ്മുടെ ലോണ്ടറി ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ താഴെ നമുക്കൊരു, അന്നും ഇങ്ങനെ ഒരു സലൂൺ ഉണ്ട്. ഇവിടെയല്ല, അവിടെ താഴെ നമുക്കൊരു ഫെറാഡ എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ നല്ല തണുപ്പത്ത് ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി സമയമൊക്കെ ആയി കഴിയുമ്പം നമ്മളെല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട്, കൈ പോലും പുറത്തെടുക്കാൻ മടിച്ച് കൈയൊക്കെ ജാക്കറ്റിനകത്തിട്ട് വന്ന് ഒരു കോഫി കൂടിയുണ്ട്. രാവിലെ 8 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ നമ്മൾ ആ കോഫി എല്ലാം കുടിച്ച് എല്ലാവരും ഒരുമിച്ച് ക്ലാസ്സിലോട്ടൊരു നടത്തുന്നുണ്ട്. അതൊക്കെ ഭയങ്കര മെമ്മറീസ് ആണ്. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് ഇരുന്ന്. ഇപ്പം അധികം സ്റ്റുഡൻസ് ഇല്ല. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ബാച്ചിലും 50-60 മലയാളി പിള്ളേർ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ രാജ്യത്തു നിന്നും ഉണ്ടായിരുന്നു. മാലദ്വീപ്സും നേപ്പാളും അമേരിക്കയിൽ നിന്നും എല്ലാ രാജ്യത്തു നിന്നും സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ആഫ്രിക്കയിൽ നിന്നുണ്ടായിരുന്നു, ജോർദാനിൽ നിന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയുക, കളിക്കുക, ചിരിക്കുക. പിന്നെ എക്സാംസ് ആകുമ്പോൾ അതിൻ്റെ ടെൻഷൻസ്, എല്ലാവരും ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോവുക, ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എടുക്കുക. ഭയങ്കര രസമായിരുന്നു. ഇന്ന് നമ്മൾ ഓരോന്നായിട്ട് കാണിക്കാം അല്ലേ? ഒന്നും പറയാനില്ല. നമ്മുടെ രാവിലെ വന്നപ്പോഴേ എക്സൈറ്റ്മെന്റ്, ഞാൻ എന്ത് ചെയ്തറിയോ വന്ന അവിടെ നിങ്ങള് കുളിക്കാനും കിടക്കാനും പോയ സമയത്തേ ഞാൻ ആകെ 10 മിനിറ്റ് കുളി കഴിഞ്ഞു ഓടി ഇവിടെ ഈ ഇതിനകത്ത് സ്വന്തമായിട്ട് എന്തോ ചൈനക്കാരായിട്ട് എന്തോ ഇതൊക്കെ ഉണ്ടെന്നുണ്ട്. ഷവർമ, സാലഡ്സ്, ചിക്കൻ ഈ കട ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ പവനായി നെട്ടാൻ പോകുന്ന പാകിസ്ഥാൻ മെസ്സില്ലല്ലോ ഇപ്പം. ഇത് കണ്ടോ, ഇലക്ട്രിക് സ്കൂട്ടർ റെന്റ് എടുക്കുന്ന സ്ഥലമാണിത്. ഇത് യൂണിവേഴ്സിറ്റിക്കകത്ത് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഈ WeChat വെച്ച് സ്കാൻ ചെയ്തിട്ട് പൈസ അടച്ചു കഴിഞ്ഞാൽ ആ ലോക്ക് മാറും. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. പുറത്ത് പോയി കഴിഞ്ഞാൽ ഫൈൻ അടിക്കും. അവനെ നോക്ക് ഓനൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. 5-6 കൊല്ലായിട്ട് അവനായി ഒരു കോഴ്സും കൂടി എടുത്തിട്ട് തിരിച്ചു വരാൻ തോന്നി. ഗൈസ് ഇതായിരുന്നു നമ്മുടെ അന്നത്തെ ഒരു സൂപ്പർ മാർക്കറ്റ്. ഇത് മെറിൻഡയുടെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്. അത് അല്ല നൂഡിൽസ്, പല തരം വെറൈറ്റി നൂഡിൽസ്, പല ഫ്ലേവറുള്ള നൂഡിൽസ്. ഇതിനകത്ത് നമുക്ക് ഈ ചിക്കൻ്റെ ഒക്കെ ചങ്ക്സ് കൂടെ ഉണ്ടാവും. അതിനകത്ത് ജസ്റ്റ് ചൂടുവെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കപ്പ് നൂഡിൽസാണ് ഒക്കെ പണ്ടത്തെ സ്ഥിരം സാധനങ്ങളായിരുന്നു നമ്മുടെ. ഇത് നല്ല ടേസ്റ്റ്, നമ്മുടെ നാട്ടിലെ ഹൈഡ് ആൻഡ് സീക്കിന് ടേസ്റ്റുള്ള ബിസ്ക്കറ്റ് ആയിരുന്നു. ഈ ലോബാൻ എന്ന് പറഞ്ഞാൽ ഈ ബോസ്, ഈ കടയുടെ ഓണറും ഇവരുടെ വൈഫും ഒക്കെ അന്നും ഉണ്ടായിരുന്നു. കട ഒന്നുകൂടി പുതുക്കി ഒന്ന് കൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഗേൾസ് ഡോമാണ്.
ഇവിടെ ആയിരുന്നു നമ്മുടെ കോഫി ഷോപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇവിടെ വേറൊരു ഷോപ്പായി. നമ്മുടെ അതെ, ഇവിടെ വന്നിരുന്ന് രാവിലെ വന്നൊരു ചായ അത് മസ്റ്റാ. പല അടി ഉണ്ടാവുന്നതും പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും പല റൊമാൻസ് ഉണ്ടാവുന്നതും ഇവിടെ ഫെറാഡ എല്ലാം ഇവിടെ നിന്നാണ്. അതെ, അടി ഉണ്ടാണെങ്കിലും ഗോസിപ്പ് ആണെങ്കിലും എല്ലാത്തിനും തുടക്കം ഇവിടെ നിന്നാണ്. ഇവിടെയാണ് നമ്മുടെ ഇരുന്നിരുന്ന ആ പോയിന്റ്. ഫോട്ടോ നിഷാദിക്കാടെ ചങ്ക് പിടിച്ചിട്ട് ഇത് നമ്മുടെ അന്ന് ഈ സൂപ്പർ മാർക്കറ്റ് ആണ് നമ്മളൊരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ വരെ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ സൂപ്പർ മാർക്കറ്റ് പിന്നെ ശേഷം വന്നാണ്, ലാസ്റ്റ് 2 ഇയർ ഒക്കെ ആയപ്പോൾ വന്നാണ്. നമ്മളിവിടുത്തെ മെസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതേ ഇരിപ്പ് ഇവനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ റൂമേഴ്സ് പറഞ്ഞ് പരത്തിക്കൊണ്ടിരുന്നത്. 24 മണിക്കൂറിലേ 16 മണിക്കൂർ ഉറങ്ങും, ബാക്കി സമയം ഇവിടെ വന്നിരുന്നിട്ട് ബാക്കിയുള്ളവർ കുറ്റം പറിച്ചു തുടങ്ങി. അന്ന് 15 മിനിറ്റ് ആയിട്ടില്ല. എത്ര എണ്ണത്തിന് നോക്കിടാ? ആരും ഇല്ല ഇവിടെ. നമ്മളിവിടെ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. വെളുത്ത ഇലക്ട്രീഷ്യൻ, അവന് പ്രൊമോഷൻ കിട്ടി. അവനെ വെറും നല്ലൊരു മനുഷ്യനായിരുന്നു. അതെ, ഗാന്ധിയൻ, നല്ല മനുഷ്യൻ. ഗൈസ്, ഇവിടെ വേറൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു. പക്ഷെ ഇത് അതുപോലെ തന്നെ കേട്ടോ അല്ലേ, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് വേറെ ആൾക്കാർ എടുത്തേക്കാൻ തോന്നുന്നു. ഇവിടെയാണ് ഞങ്ങൾ ഷോർട്ട് ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. പടം ഇറങ്ങിയില്ല, അത് മലയാളികൾക്ക് വളരെ വലിയൊരു നഷ്ടമായിരുന്നു. എന്താ അതെ. ഇവിടുന്ന് സഞ്ജു എനിക്ക് കുറച്ച് സ്നാക്സ് ആണ് മേടിച്ചായിരുന്നു. നമ്മള് പണ്ട് സ്ഥിരമായിട്ട് സ്കൂട്ടി ഓടിച്ച്, നമുക്ക് അന്ന് ഇവിടെ ഈ മറ്റേ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടായിരുന്നു എല്ലാവരുടെ കയ്യിലും. മറ്റേ പെട്രോൾ ബൈക്ക് ഇവിടെ ബാൻഡാ. അപ്പം ഉണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോലീസ് പൊക്കി. അപ്പൊ ഇലക്ട്രിക് സ്കൂട്ടർ ആയിരുന്നു ഫുൾ ടൈം. അതൊക്കെ ഈ വഴിയായിരുന്നു ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തിരുന്നു സ്ഥിരം. ഇതൊക്കെ പുതുതായിട്ട് വന്നതാണ്. എടാ, ഇവിടെ ഒരു കുന്നായിരുന്നില്ലേ? എടാ, ഈ സൈഡ് ഒരു കുന്നായിരുന്നടാ. ഈ ബിൽഡിംഗ് ഒക്കെ പുതിയത് വന്നതാ. ഇതൊക്കെ പുതുതായിട്ട് വന്നതാണ്. എടാ, ഇത് വലിയ ബിൽഡിംഗ് ആണല്ലോ, പുറത്തുണ്ടല്ലോ വലുത്. ഇതെല്ലാം പുതിയത് വന്നതാ. ഈ 2 ബിൽഡിങ്ങും പുതിയത് വന്നതാണ്. ഇത് ഞങ്ങള് പഠിച്ചു പോയിട്ട് ഒരു 1-2 വർഷത്തിന് ശേഷമൊക്കെ ഇവിടെ കാലിയായിരുന്നു. ഇവിടെ ഞങ്ങൾ ചെറിയ ക്രിക്കറ്റ് കളിച്ചിരുന്നു, മറ്റേ ടെന്നീസ് ബോൾ വെച്ചിട്ട്. എടാ, ഇതിപ്പോ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോഴും കണ്ടില്ലല്ലോ ഈ സാധനം. ഇവിടെ ചെറിയൊരു ഒരു ഫുഡ് ഏരിയ ഉണ്ട്, മൾട്ടിപ്പിൾ ഫുഡ് ഔട്ട്ലെറ്റ്സ്. ഇതെല്ലാം പുതിയതാട്ടെ. ഇതൊന്നും നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇല്ല. അല്ല, അവിടെ പക്ഷെ ഇതുണ്ടായിരുന്നല്ലോ, മാർക്കിംഗ് ഉണ്ടായിരുന്നല്ലോ. ടെന്നീസ് എന്താ കളിക്കാനുള്ള മാർക്കിംഗ് ഉണ്ടായിരുന്നു. ടെന്നീസിന്റെ മാർക്കിംഗ് ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ടെന്നീസ് പ്ലോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ നമ്മളിങ്ങനെ ടെന്നീസ് ബോൾ വെച്ചിട്ട് ക്രിക്കറ്റ് കളിക്കായിരുന്നു, 1 പിച്ച് ക്രിക്കറ്റ്. ഇതെല്ലാം ചൈനക്കാരുടെ ഡോമാണ്. ആ കാണുന്നതൊക്കെ ചൈനക്കാരുടെ ഡോംസാ. ഇവിടെ നമ്മുടെ ഗ്രൗണ്ട് കാണിച്ചു തരാം. ആണ് നമ്മുടെ ഗ്രൗണ്ട്. ഒരു ഗ്രൗണ്ട്, അതെ. ഇവിടെ നമ്മള് ഫുട്ബോൾ മാച്ചസ് ഒക്കെ വെച്ചിരുന്നു. അപ്പം സ്ഥിരമായിട്ട് വൈകുന്നേരം കളിക്കാൻ വന്നിരുന്നൊരു ഗ്രൗണ്ടാണിത്. നമ്മൾ ചെറിയ ചെറിയ പോർഷൻസ് എടുത്തിട്ട് 5s കളിക്കും, 7s കളിക്കും. പിന്നെ ഇന്റർ ബാച്ച് കോമ്പറ്റീഷൻ ഉണ്ടാവും. അതിൻ്റെ പേരിൽ അടി ഉണ്ടാവും, വലിയ ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെ ഈ ഒരു ഗ്രൗണ്ട് നമ്മൾ സ്ഥിരം കളിച്ചിരുന്ന ഒരു ഗ്രൗണ്ടാണ്. ഇതെല്ലാം യൂണിവേഴ്സിറ്റിയുടെ പാർട്ടാട്ടോ. അതെല്ലാം യൂണിവേഴ്സിറ്റിക്ക് അകത്ത് വരുന്നതാണ്. പണ്ടേ സായി ഇവിടെ നിന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരു ഫുട്ബോൾ കളിക്കാരനുണ്ടായിരുന്നു, സായി ഇവിടെ നിന്നിട്ട് പന്തടിച്ച് ഗ്രൗണ്ടിൽ എത്തിക്കും എന്നുള്ളൊരു എന്താ പറയാ ചലഞ്ചൊക്കെ ഉണ്ടായിരുന്നു. എത്തി ടീം എത്തി. സ്കൂട്ടി എവിടെ ഒപ്പിച്ചു? കളിക്കാനായിട്ട് റെഡി വന്നിരിക്കുക. പിന്നെ ഗ്രൗണ്ടിലെ മറ്റേ ഇത് മൊത്തം മാറ്റി, സിന്തറ്റിക് കംപ്ലീറ്റ് മാറ്റി, എല്ലാം പുതുതാക്കിയിട്ടുണ്ട്. അന്ന് യൂസ് ചെയ്ത് കുറച്ച് വേറെ ടയറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറ്റി കംപ്ലീറ്റ്ലി
പുതുതാക്കിയിട്ടുണ്ട്. ഗൈസ്, ഈ ബിൽഡിങ്ങിന്റെ പേരെന്താ പറയുക? അഖിൽ സെൽവനായകം ബിൽഡിംഗ്. അവന്റെ റീസ്റ്റഡി കാശ് കൊണ്ട് ഉണ്ടാക്കിയ ചൈനീസ് ഡോം അത്. ഗൈസ്, ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഇവിടെ ഫുള്ള് സ്റ്റെപ്പായിരുന്നു. ഇവിടെ സ്റ്റെപ്പ് കയറി ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് മെഡിക്കൽ കോളേജ് ആ ഭാഗത്താണ് വരുന്നത്. അപ്പൊ അവിടുന്ന് ചിലപ്പം നേരെ അങ്ങനെ ആ റോഡ് എടുത്തിട്ട് അങ്ങനെ കയറി പോകണം നമ്മളെ ഡോർമെട്രിയിലേക്ക്. പകരം നമ്മൾ ചിലപ്പം ഈ റോഡ് എടുത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് കയറണം. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് എല്ലാം മാറ്റി ഇവര് ഇവിടെ റോഡാക്കി, ഒരു വണ്ടി പോകാൻ പറ്റുന്ന റോഡാക്കി. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൂറ്റൻ സ്റ്റെപ്പുകളായിരുന്നു. കാരണം ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു കുന്ന് പോലെ ഒരു സാധനമായിരുന്നു, ഒരു കുന്നായിരുന്നു ഇവിടെ. അതെല്ലാം ഇടിച്ച് നിരത്തിയിട്ട് ആണ് ഇപ്പൊ ഈ ബിൽഡിംഗ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു ബിൽഡിംഗ് അല്ല, ഇതിന്റെ ബാക്കിൽ ഇതേ വലുപ്പത്തിൽ ഒരു ബിൽഡിംഗ് കൂടെ ഉണ്ട്. അയ്യോ, ഇതെല്ലാം സ്ലോപ്പ് ആക്കി കളഞ്ഞവര്. ഇതിപ്പോ ഇവര് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇവിടുത്തെ ചൈനീസ് സ്റ്റുഡൻസ് എല്ലാം ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. നല്ല നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാം, വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ പിള്ളേർ ഇവിടെയാണ് ക്രിക്കറ്റ് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ കളിച്ചിരുന്ന മെയിൻ ഒരു ഗ്രൗണ്ട് ഉണ്ട് നമുക്ക്, ഒരു ചെറിയൊരു മിനി സ്റ്റേഡിയം ഒക്കെ ഉള്ളൊരു ഗ്രൗണ്ട്. അതിൻ്റെ പുറകിൽ മണ്ണിൻ്റെ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട്. അതിലായിരുന്നു നമ്മൾ പണ്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ടെന്നീസ് ബോൾ ടേപ്പ് ചെയ്തിട്ട് അത് വെച്ചിട്ട് കളിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് അവിടെയും ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ലീഗുകൾ ഉണ്ടായിരുന്നു, ടീമുകൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ ടീം ഉണ്ടായിരുന്നു, ബംഗ്ലാദേശിൻ്റെ ടീം ഉണ്ടായിരുന്നു, നേപ്പാളിൻ്റെ ടീം ഉണ്ടായിരുന്നു, കേരളത്തിന് തന്നെ 2-3 ടീമുകളുണ്ടായിരുന്നു. അത് എപ്പോഴും നമ്മൾ ടൂർണമെൻ്റ് ആക്കി വെച്ചിരുന്നു. അതിനകത്ത് ട്രോഫികളും സമ്മാനങ്ങളും അതിൻ്റെ പേരിൽ അടികളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആദ്യം പാകിസ്ഥാൻ ഇന്ത്യ തമ്മിലായിരുന്നു, പിന്നെ പാകിസ്ഥാൻകാർ കുറച്ച് കുറഞ്ഞു ഇവിടെ. എന്തായാലും എല്ലാം മെമ്മറീസ് ആണ്. ഇവിടെ സ്ഥിരമായിട്ട് ഫുട്ബോൾ മാത്രമേ കളിച്ചിരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നത് നമുക്ക് പോയി കാണാം. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ലൈക്ക് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഈ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ, സ്റ്റുഡൻസ്, ഇവരൊക്കെ ഇങ്ങനെ ഓടാനും ഒക്കെ ആയിട്ട് വരും. നമുക്ക് ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതിന് പുറമെയാണ് ഇങ്ങനത്തെ 3-4 ഗ്രൗണ്ടുകളുണ്ട്. അതുപോലെ നമ്മളുണ്ടായിരുന്ന കാലത്ത് ഇവിടെ ഈ ലൈറ്റുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം രാത്രി ഫുള്ള് ലൈറ്റ് അപ്പ് ചെയ്യും. അന്ന് ഇവിടെ ലൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. കണ്ടോ, ഇവിടെയൊക്കെ ഇപ്പോൾ ഫുൾ ലൈറ്റ്സ് ആക്കി. അപ്പോൾ ഇവിടെ രാത്രിയും കളിക്കുന്നുണ്ടെന്നാണ്, ആഫ്രിക്കൻസ് ഒക്കെ ഇവിടെ രാത്രി കളിക്കുന്നുണ്ടെന്നാണ് പിള്ളേർ പറഞ്ഞത്. ആദ്യം ഇവിടെ ലൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. അപ്പം രാത്രി ഇതൊക്കെ ഫുൾ കപ്പിൾസ് ഏരിയ ആയിരുന്നു. ഫുൾ കപ്പിൾസ് ഇങ്ങനെ നിരന്നിരിക്കുമായിരുന്നു. രാത്രി ഓടാനൊക്കെ ഉള്ളവർ ഇതുവഴി ഇങ്ങനെ നടക്കും, ഓടുകയൊക്കെ ചെയ്യും. നല്ല വൈബുള്ളൊരു സ്ഥലമായിരുന്നു. ജൂനിയേഴ്സ് കുറച്ച് പേര്, നമ്മൾ പോകുന്ന കാലത്ത് ഇവർ വന്നിട്ടേ ഉള്ളൂ. അവരൊക്കെ പലരും ഇൻറ്റേൺഷിപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് തിരിച്ചു വന്നവരും ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ്. പരിചയമുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഇത് ഇവന്മാർ ഈ കോളേജിൽ ഏറ്റവും കൂടുതൽ സമയം കളഞ്ഞിരുന്നത് ഈ ഒരൊറ്റ സാധനം വെച്ചിട്ടാണ്. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ. അതാകുമ്പോൾ ബാക്കിയുള്ളവർക്ക് കളിക്കാൻ നല്ല അവസരം കിട്ടും. കൊറേ കാലത്തിന് ശേഷം അടിയടാ. ഇവിടെ ഗ്രൗണ്ടില് കോക്കിന്റെ ഡിസ്പെൻസേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞത് അവിടെ ഒരു മെസ്സ് ഉണ്ട് കേട്ടോ. ഇത് കാണുന്നത് ഒരു മെസ്സാണ്, ദിസ് വൺ. അപ്പം ഇതിനകത്തും ഇഷ്ടംപോലെ ഫുഡും ഡ്രിങ്ക്സും എല്ലാം ഉണ്ട്. കണ്ടോ, അവിടെ ലൈറ്റൊക്കെ കണ്ടില്ലേ. ഇവിടുത്തെ മെസ്സുകളെല്ലാം നമ്മൾ കാണിച്ചു തരാം. ചൈനീസ് യൂണിവേഴ്സിറ്റികൾ എങ്ങനെയാണെന്നുള്ളത് കുറേ പേർക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവും, അല്ലാത്തവർ കണ്ട് മനസ്സിലാക്കട്ടെ. ഇതുപോലെ ആയിരുന്നത്. അതെ, ഇതുപോലെ ഉണ്ടായിരുന്ന നാട്ടില് വയറ് വന്നത്. അതാരാ? ഷാക്കോ ആരാ? സരോജാണോ?
ഷാക്കോരാ മാട്ടിലാണെന്ന് പറഞ്ഞിട്ടേ മാട്ടില് വയറ് കണ്ടിട്ടേ ഇവനെ പോലെ നിന്നിരുന്നാണ് മാട്ടില്. ബിജോയ് കഷണ്ടിയുള്ള ആള് ബിജോയ് എന്താ മോനെ. ഇതൊക്കെ പണ്ട് ഗ്രൗണ്ടിൽ നമ്മൾ കളിച്ചോണ്ടിരുന്ന ചൈനക്കാരനാണ്. ഇങ്ങേര് മാട്ടിലിനെ കണ്ടപ്പോ തന്നെ തിരിച്ചറിഞ്ഞു. മാട്ടിലിന് ഇത് മാട്ടിലല്ല വേറെ ആളാന്നാ പറയുന്നത്, വയറ് വെച്ചത് കാരണം കൊണ്ട്. 8 വർഷത്തിന് ശേഷം പവനായി വീണ്ടും കളിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ടീമിലെ ഏറ്റവും ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആയിരുന്നു മാൻ. ഇതില് ഞങ്ങള് ഫവാസ്, ഞാന്, നിഷാദ്, ജസീം 4 പേരായിരുന്നു. അതില് ഫവാസ് മാത്രം വന്നിട്ടില്ല. ക്രിക്കറ്റ് കളിക്കുന്നവരല്ലോ. ഓക്കെ, ഫവാസ് മാത്രം വന്നിട്ടില്ല. വി മിസ് മുഹമ്മദ് ഫവാസ്. കോളേജ് കഴിഞ്ഞ് ഇതുവഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് ഗ്രൗണ്ട് ക്രോസ് ചെയ്ത് അങ്ങനെ പോയിരുന്നു. അപ്പൊ അവിടെ മതിൽ വന്നു, അവിടെ ഒരു ചെറിയ മതിൽ വന്ന പോലെ ഇവിടെ ഗ്രില്ല് വന്നു. അത് അന്നെ വന്നിരുന്നു. പക്ഷെ ആ പറമ്പ് അന്നും ഇന്നും ആ പറമ്പ് പോലെ തന്നെ കിടക്കാം. അവിടെ ഇനി എന്തെങ്കിലും ബിൽഡിംഗ് വരും. ഇവർക്ക് ആക്ച്വലി CTG യൂണിവേഴ്സിറ്റിക്ക് കംപ്ലീറ്റ്ലി ഒരു പ്ലാൻ ഉണ്ട്. അത് ലൈബ്രറിയുടെ അകത്ത് ഈ CTGയുടെ ഫുൾ, അതായത് യൂണിവേഴ്സിറ്റിയുടെ ഫുള്ള് പ്ലാൻ അതിനകത്ത് ഓൾറെഡി അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബിൽഡിങ്ങുകൾ ഓരോന്നോരോന്നായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കും.